നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. തെരഞ്ഞെടുപ്പുകളിൽ അട്ടിമറിയെന്ന ആരോപണങ്ങൾക്ക് പിന്നാലെ കോൺഗ്രസ് നടത്തുന്ന വോട്ട് അധികാർ റാലി ഇന്ന് ബംഗളൂരുവിൽ. ബംഗളൂരു ഫ്രീഡം പാർക്കിൽ നടക്കുന്ന റാലിയിൽ AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പങ്കെടുക്കും. തെരഞ്ഞെടുപ്പ് അട്ടിമറി, ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പ്രതിപക്ഷം പാർലമെന്റിൽ ഉയർത്തും. ആദ്യം വിനീത VG വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിനീത, ഇന്നലെ കണക്കുകൾ നിരത്തി തെളിവുകൾ പുറത്തുവിട്ടുകൊണ്ടുള്ള രാഹുലിന്റെ ഗുരുതരമായ ആരോപണങ്ങൾ, അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ BJPക്കെതിരെ പ്രതിഷേധം ശക്തമാക്കുകയാണ് കോൺഗ്രസ്. പ്രത്യക്ഷ പ്രതിഷേധത്തിലേക്ക് കടക്കുന്നു. അതിന്റെ സ്വഭാവം എങ്ങനെയായിരിക്കും? വിഷയം പാർലമെന്റിലേക്കും വരുന്നു. വിനീത, തീർച്ചയായും ഇക്കാര്യത്തിൽ TK സൂചിപ്പിച്ചതുപോലെ തന്നെ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് അടക്കം മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ഇതിൽ ഇന്നലെ ഗുരുതരമായിട്ടുള്ള ചില ആരോപണങ്ങൾ തന്നെയാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. ഏറ്റവും പ്രധാനമായും അതിന്റെ ചില തെളിവുകളടക്കം അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായിരുന്നു. ഒരേ വിലാസത്തിൽ നിന്നുള്ള വോട്ടർമാർ, ഒപ്പം തന്നെ ഒരേ പേരിൽ നിരവധി വോട്ടർമാർ, ഈ പലരുടെയും ഈ അഡ്രസ് അതിൽ 0 എന്നൊക്കെ പറഞ്ഞാണ് അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ചില ആരോപണങ്ങൾ തന്നെയായിരുന്നു അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. ഈ വിഷയം ഇന്ന് പാർലമെന്റിലേക്കടക്കം കൊണ്ടുവരാനും അതിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധവും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. ഇതിന്റെ പിന്നാലെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇന്ന് കർണാടകയിലെത്തും. രാവിലെ 11 മണിക്ക് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അവിടെ ഇലക്ഷൻ കമ്മീഷന് മുൻപാകെ ശക്തമായിട്ടുള്ള പ്രതിഷേധവും ഉണ്ടാകും. TK വിനീത, ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയം എങ്ങനെ കാണുന്നു എന്നുള്ളത് ഏറെ പ്രധാനമുള്ളതാണ് കാര്യമാണല്ലോ. അപ്പോൾ രേഖകൾ ഹാജരാക്കൂ അല്ലെങ്കിൽ തെളിവുകൾ ഹാജരാക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് രീതിയിലായിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തെ സമീപിക്കുക? ക്രിസ്റ്റിന, ഇതിൽ ഇന്നലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ ഈ വാർത്താ സമ്മേളനത്തിന് തൊട്ട് പിന്നാലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ടായിരുന്നത് ഇത് മിസ്ലീഡ് ചെയ്യുന്നു എന്നൊരൊറ്റ വരിയിലായിരുന്നു അവരുടെ ഒരു പ്രതികരണം വന്നിട്ടുണ്ടായിരുന്നത്. അതായത് രാഹുൽ ഗാന്ധി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു, പിന്നാലെ തന്നെ തെളിവുകളുണ്ട് എങ്കിൽ കോടതിയെ സമീപിക്കാം എന്നുൾപ്പെടെയുള്ള ചില പ്രതികരണങ്ങളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏതാണെങ്കിലും ഈ രാഹുൽ ഗാന്ധിയുടെ ഈ ആരോപണങ്ങളെ പാടെ തള്ളുക തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ചെയ്യുന്നത്. ഇത്തരത്തിലേക്ക് തെളിവുകളടക്കം മുന്നോട്ട് വെച്ച സാഹചര്യത്തിൽ കഴിഞ്ഞ കുറെ നാളുകളായി നമ്മൾ കാണുന്നുണ്ട് ഒരു നേർക്കുനേരൊരു പോരാട്ടമെന്ന് തന്നെ പറയാം. തെരഞ്ഞെടുപ്പ് കമ്മീഷനും രാഹുൽ ഗാന്ധിയും തമ്മിൽ വാഗ്വാദങ്ങളിലേക്ക് അടക്കം പോകുന്നൊരു ഘട്ടത്തിലേക്ക് അടക്കം കാര്യങ്ങൾ എത്തിയിരുന്നു. ഒരുപക്ഷെ ഇങ്ങനെ ഒരു ആദ്യമായിട്ടായിരിക്കണം ഇത്തരത്തിലേക്ക് ആരോപണങ്ങൾ ഒരു രാഷ്ട്രീയ നേതാവ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉന്നയിക്കുന്നു. അതിന് തൊട്ടു പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ മറുപടിയുമായി എത്തുന്നു. ഇത് ഒരുപക്ഷെ ഇത്തരത്തിലേക്ക് ആദ്യമായിട്ട് തന്നെ ആയിരിക്കണം നമുക്ക് ഈ കഴിഞ്ഞ കാലങ്ങളിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏതാണെങ്കിലും ഇക്കാര്യങ്ങളിൽ മിസ്ലീഡ് ചെയ്യുന്നു എന്നൊരൊറ്റ വരിയിലായിരുന്നു ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ടായിരുന്നത്. തൊട്ടു പിന്നാലെ തന്നെ കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇതിൽ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. തെളിവുകളുണ്ട് എങ്കിൽ ഹാജരാക്കട്ടെ, നിയമപരമായി അതിനെ നേരിടട്ടെ എന്നൊക്കെയായിരുന്നു അവരുടെയും ഒരു പ്രതികരണം വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ വിഷയം രാജ്യവ്യാപകമാകെ ഉയർത്തിക്കൊണ്ടുവരികയും ജനങ്ങൾക്കിടയിൽ ഈ വിവരങ്ങൾ കൃത്യമായും അവരെ കൂടി ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊരു തീരുമാനത്തിൽ തന്നെയാണ് കോൺഗ്രസ് ഉള്ളത്. ഇതിന്റെ കൂടി ഭാഗമായി തന്നെയാണ് ഇന്നലെ ഇന്ത്യ മുന്നണിയുടെ അടക്കം പ്രത്യേക യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു വൈകിട്ട് രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ. ഈ യോഗത്തിൽ പോലും വളരെ കൃത്യമായി ഇക്കാര്യങ്ങൾ ഈ മുന്നണി അംഗങ്ങൾക്കൊക്കെ രാഹുൽ ഗാന്ധി വിശദീകരിക്കുകയുണ്ടായി. ഇതിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിലേക്കടക്കം ഈ പ്രതിപക്ഷ പാർട്ടികൾ മുന്നോട്ട് പോകുമെന്ന് കൂടി തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാണെങ്കിലും ഇന്ന് 11 മണിക്ക് ആ പ്രതിഷേധങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും തുടക്കം കുറിക്കുകയാണ് കോൺഗ്രസ്. ഇന്ന് കർണാടക ഇലക്ഷൻ കമ്മീഷന് മുൻപാകെ ശക്തമായിട്ടുള്ള പ്രതിഷേധമുണ്ടാകും. അതിന് രാഹുൽ ഗാന്ധി തന്നെയായിരിക്കും അതിന് നേതൃത്വം നൽകുന്നത്. ഒപ്പം തന്നെ പാർലമെന്റിലേക്കടക്കം ഈ വിഷയങ്ങളെ ഉയർത്തിക്കൊണ്ടുവന്ന് അവിടെയും ശക്തമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്താൻ തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികളുടെയും തീരുമാനം. വിനീത, ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ആക്ഷേപങ്ങളും അതിൽ ചർച്ച വേണം എന്നുള്ള ആവശ്യവുമൊക്കെ പ്രതിപക്ഷം സഭയിൽ നിരന്തരമായി ഉന്നയിക്കുന്നതിനിടയിലാണ് ഇന്നലെ കണക്കുകളടക്കം പുറത്തുവിട്ടുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ ഈ തെളിവുകളടക്കം നിരത്തിക്കൊണ്ടുള്ള വാർത്താ സമ്മേളനം ഉണ്ടായത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനിലൂടെ BJPയാണ് രാഹുൽ ഗാന്ധി ഉന്നം വെക്കുന്നതും. ഇന്ന് സഭയിൽ ആ വിഷയം ഉയർത്തുമ്പോൾ കൂടുതലായി എന്തെങ്കിലും വിശദീകരിക്കാനുണ്ടെങ്കിൽ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരിക്കട്ടെ എന്ന പ്രതിരോധമായിരിക്കില്ലേ ഭരണപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് വരിക? വിനീത, തീർച്ചയായും അതിൽ ഇന്നലെ നമുക്ക് ചില ദേശീയ മാധ്യമങ്ങളിലൊക്കെ തന്നെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടായ ഏറ്റവും വലിയൊരു പ്രതികരണം എന്ന് പറയുന്നത് ഇതിൽ കോൺഗ്രസ് രേഖാമൂലം പരാതികൾ നൽകിയിട്ടില്ല, ഇനി അത്തരത്തിലേക്ക് ഏതെങ്കിലും തെളിവുകൾ ഉണ്ട് എങ്കിൽ അവർക്ക് കോടതിയെ സമീപിക്കാമല്ലോ എന്നിങ്ങനെയുള്ള ചില പ്രതികരണങ്ങളായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ടായിരുന്നത് എന്ന ചില റിപ്പോർട്ടുകൾ ദേശീയ മാധ്യമങ്ങളടക്കം കൊടുക്കുന്നുമുണ്ടായിരുന്നു. ഒരുപക്ഷെ അത്തരത്തിലേക്കുള്ള ഒരു നടപടി അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള പ്രതികരണങ്ങൾ തന്നെ ആയിരിക്കണം
ഇന്ന് ഈ പ്രതിപക്ഷ ആരോപണങ്ങൾക്കെതിരെ BJP മുന്നോട്ട് വയ്ക്കുക? കാരണം നേരത്തെ തന്നെ ഈ ടി കെ സൂചിപ്പിച്ചതുപോലെ SIR അടക്കമുള്ള വിഷയങ്ങളിൽ സഭ നിർത്തിവെച്ചൊക്കെ ആ വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്ന് നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു പ്രതിപക്ഷ MPമാർ. അവർ അടിയന്തര പ്രമേയത്തിനടക്കം നോട്ടീസ് നൽകിയിട്ടുമുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ ഇനിയിപ്പോൾ ഈ ഓഗസ്റ്റ് 21-ന് സഭ അവസാനിക്കും. കഴിഞ്ഞ ഓഗസ്റ്റ് 21-നാണ് സഭ ആരംഭിച്ചത്. ഈ നാൾ ഇതുവരെ ആയിട്ടും ഈ വിഷയം പാർലമെന്റിൽ ചർച്ചയ്ക്ക് പോലും അനുമതി അവർക്ക് ലഭ്യമായിട്ടുണ്ടായിരുന്നില്ല. തുടർന്ന് നമ്മൾ ഈ പാർലമെന്റ് കവാടത്തിന് മുന്നിലൊക്കെ ശക്തമായിട്ടുള്ള പ്രതിഷേധമൊക്കെ കണ്ടതാണ് പ്രതിപക്ഷത്തിന്റെ. ഇന്നും സമാനമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഈ വിഷയത്തിൽ SIR ഉൾപ്പെടെ ഉണ്ടായേക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇന്നലെ രാഹുൽ ഗാന്ധി ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ക്രമക്കേട് കൂടി ഉണ്ടെന്ന് അദ്ദേഹം ആരോപിക്കുകയും ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തെളിവുകളും രേഖകളും ഒക്കെ അദ്ദേഹം പുറത്തുവിടുകയും ചെയ്തൊരു പശ്ചാത്തലത്തിൽ SIR-നൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള കോൺഗ്രസിന്റെ ആരോപണം അടക്കം അതിൽ പ്രതിഷേധവും ഒപ്പം തന്നെ ആ വിഷയം ചർച്ച ചെയ്യണമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രതിപക്ഷ MPമാർ ആവശ്യപ്പെടുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. ടി കെ വിനീത വിജയാണ് ഡൽഹിയിൽ നിന്ന് വിവിധ വിഷയങ്ങളിലുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഉത്തരാഖണ്ഡ് മേഘവിസ്ഫോടനത്തിൽ ഇതുവരെ 270-ലധികം പേരെ രക്ഷപ്പെടുത്തി. ഗംഗോത്രിയിൽ കുടുങ്ങിയ 21 പേരെ കൂടി ഹർഷിലേക്ക് മാറ്റി രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. തന്റെ 1 മാസത്തെ ശമ്പളം ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുമെന്ന് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി അറിയിച്ചു. ബൽറാം നെടുങ്ങാടി ഉത്തരാഖണ്ഡിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബൽറാം, രക്ഷാദൌത്യം തുടരുകയാണ്. ഇന്നത്തെ ദൌത്യം ഏതു തരത്തിലായിരിക്കും? നേരത്തെ ഉണ്ടായിരുന്ന വെല്ലുവിളികളെയൊക്കെ ഒരു പരിധിവരെ മറികടക്കാൻ ദൌത്യസംഘത്തിന് കഴിയുന്നുണ്ടോ? ബൽറാം. ഗുഡ് മോർണിംഗ് റിജിത്ത്, ക്രിസ്റ്റീന. ഉത്തരാഖണ്ഡിൽ രക്ഷാദൌത്യം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. കൂടുതൽ രക്ഷാപ്രവർത്തകരെ പ്രദേശത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്നലെ വൈകിട്ട് കാലാവസ്ഥ മോശമായതിനെ തുടർന്ന് രക്ഷാപ്രവർത്തകരെ എയർലിഫ്റ്റിംഗ് ചെയ്യുന്നത് നിർത്തിവെച്ചിരുന്നു. ഇന്ന് രാവിലെ അനുകൂല കാലാവസ്ഥയാണെങ്കിൽ അത് പുനരാരംഭിക്കുമെന്നാണ് രക്ഷാപ്രവർത്തകർ അറിയിച്ചിരിക്കുന്നത്. ഇന്ന് മെച്ചപ്പെട്ട കാലാവസ്ഥയാണ്. ഓറഞ്ച് അലർട്ട് ഈ പ്രദേശത്ത് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇതുവരെയും മഴയോ മറ്റ് പ്രതികൂല സാഹചര്യങ്ങളോ ഈ മേഖലയിൽ ഇല്ല. 270 പേരെ ഇതിനകം രക്ഷപ്പെടുത്തി എന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. അതേസമയം ഈ നിലവിൽ ഇപ്പോൾ കൂടുതൽ മുൻഗണന നൽകുക കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ സുരക്ഷിതമായി മാറ്റാൻ ആയിരിക്കും എന്ന് സർക്കാർ അറിയിച്ചിരിക്കുന്നു. നേരത്തെ മലയാളികൾ അടക്കമുള്ളവരെ ഈ ഗംഗോത്രിയിൽ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റിയിരുന്നു. അവിടെ നിന്നും അവരെ എയർലിഫ്റ്റ് ചെയ്ത് സ്വന്തം നാടുകളിലേക്ക് അയക്കുന്ന നടപടികൾക്ക് പ്രഥമ പരിഗണന നൽകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എയർലിഫ്റ്റിംഗ് നടപടികൾ ഇന്ന് തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒപ്പം മറ്റ് മേഖലകളിൽ ഈ പ്രളയബാധിത മേഖലയിൽ തെരച്ചിൽ നടത്തിയിരിക്കുന്നു. എന്നാൽ മണ്ണിലടിയിൽ പെട്ടുപോയവരെ, കെട്ടിടങ്ങൾക്കുള്ളിൽ അകപ്പെട്ടുപോയ ആളുകൾ ഉൾപ്പെടെയുള്ളവരെ വേണ്ടിയുള്ള തെരച്ചിൽ ഇതുവരെയും പൂർണ്ണ തോതിൽ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് രക്ഷാപ്രവർത്തകരുടെ അപര്യാപ്തത തന്നെയാണ് ഇതിലൊരു പ്രധാന വെല്ലുവിളി നേരിടുന്നത്. ഈ മേഖലയിലേക്ക് പോകുന്ന ഏക റോഡ് ഗംഗോത്രി ദേശീയപാത, അതിന്റെ പുനർനിർമ്മാണം പൂർത്തിയാക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പലയിടങ്ങളിലും റോഡ് പൂർണ്ണമായും തകർന്ന് ഇടിഞ്ഞുപോയ അവസ്ഥയിലാണ്. 2 ഇടങ്ങളിൽ ബട്ട്വാടിയിൽ പുനഃസ്ഥാപിച്ചിരുന്നു എങ്കിലും അത് വീണ്ടും അവിടേക്ക് കല്ല് ഇടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ടായി. ബെയിലി പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് വൈകിട്ടോടെ ബെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് അധികൃതർ പങ്കുവയ്ക്കുന്നത്. ബൽറാം, ഒരു ചെറിയ കാര്യം കൂടി, അവിടെ കുടുങ്ങിക്കിടന്ന് രക്ഷപ്പെടുത്തിയവർക്കൊക്കെ അവശ്യ സാധനങ്ങൾ എത്തിക്കുക, അതുപോലെ തന്നെ ഈ ആശയവിനിമയ സംവിധാനങ്ങൾ മുടങ്ങിയിട്ടുണ്ട്, വൈദ്യുതി മുടങ്ങിയിട്ടുണ്ട്. ഇക്കാര്യത്തിലൊക്കെ അതൊക്കെ പുനഃസ്ഥാപിക്കാനായിട്ടുണ്ടോ? ക്രിസ്റ്റീന, നിലവിൽ ഇപ്പോൾ വൈദ്യുതിയോ ടെലിഫോൺ ബന്ധമോ മറ്റൊന്നും തന്നെ പുനഃസ്ഥാപിക്കാനായിട്ടില്ല. ഈ ദരാലിയിൽ നിന്നും ഏതാണ്ട് 50 കിലോമീറ്ററോളം ദൂരെ വരെ മൊബൈൽ ടവറുകൾ ഇപ്പോഴും പുനഃസ്ഥാപിക്കാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ അതിന് വഴികൾ ഒരുക്കാനോ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. വൈദ്യുത ബന്ധവും വിച്ഛേദിക്കപ്പെട്ട് തന്നെ കിടക്കുകയാണ്. ജനറേറ്ററുകൾ ഈ പ്രദേശത്തേക്ക് എത്തിക്കാനായി റോഡ് മാർഗം പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇത് എയർലിഫ്റ്റ് ചെയ്യാൻ കഴിയാത്ത വലിയ ജനറേറ്ററുകൾ ആവശ്യമായതിനാൽ തന്നെ എയർലിഫ്റ്റ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ റോഡ് മാർഗം ജനറേറ്ററുകൾ പുറപ്പെട്ടുവെങ്കിൽ പോലും ഈ റോഡിലെ തടസ്സങ്ങൾ കൊണ്ട് അത് ഇതുവരെയും എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ ബെയിലി പാലത്തിന്റെ നിർമ്മാണം ഇന്ന് വൈകിട്ടോടെ പൂർത്തിയാകുമ്പോൾ വളരെ വേഗത്തിൽ ഈ ഇത്തരത്തിലുള്ള സാമഗ്രികൾ, അവശ്യ വസ്തുക്കൾ അവിടെ എത്തിക്കാൻ കഴിയും എന്നാണ് അധികൃതർ അറിയിക്കുന്നത്. ഭക്ഷണമടക്കമുള്ള മറ്റ് അവശ്യ സാധനങ്ങൾ ഈ ഗംഗോത്രിയിൽ കഴിയുന്ന ആളുകൾക്ക് നൽകുന്നുണ്ട്. മരുന്നുകളും എത്തിച്ചിട്ടുണ്ട്.
അതേസമയം കൂടുതൽ മെഡിക്കൽ സംഘങ്ങളെ ഇന്ന് ഈ മേഖലയിലേക്ക് എത്തിക്കും എന്നാണ് ദേശീയ ദുരന്ത നിവാരണ സേന ഉൾപ്പെടെ അറിയിക്കുന്നത്. നേരത്തെ തന്നെ ഒരു മെഡിക്കൽ സംഘം പ്രദേശത്തേക്ക് എത്തിയിരുന്നു. കൂടുതൽ പേരെ അവിടേക്ക് എത്തിക്കുന്നുണ്ട്. കാരണം മണ്ണിനടിയിലെ തെരച്ചിൽ ഇന്ന് ആരംഭിക്കും എന്ന് വ്യക്തമാക്കുന്നുണ്ട് പ്രാദേശിക ഭരണകൂടം. അങ്ങനെയെങ്കിൽ പരിക്കേറ്റ ആളുകൾ കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു ഘട്ടത്തിൽ കൂടുതൽ മെഡിക്കൽ സംഘത്തെ ആവശ്യമായി വരും. ഇത് മുൻകൂട്ടി കണ്ടാണ് ഇത്തരത്തിൽ മെഡിക്കൽ സംഘത്തെയും എയർലിഫ്റ്റ് ചെയ്യുന്ന നടപടികൾ ഇന്നുണ്ടാകുമെന്ന് അറിയിച്ചിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഈ ഗംഗോത്രിയിൽ കഴിയുന്ന എല്ലാവരും സുരക്ഷിതരാണ്. അവർക്ക് ഭക്ഷണവും മറ്റ് അവശ്യ വസ്തുക്കളും നൽകുന്നുണ്ട്. എങ്കിലും ഈ റോഡ് ഗതാഗതം പുനഃസ്ഥാപിക്കാൻ സമയം കൂടുതൽ എടുക്കുന്നതും ആ സാഹചര്യങ്ങളും പരിഗണിച്ചുകൊണ്ട് തന്നെ അവരെ സുരക്ഷിതരായി നാടുകളിലേക്ക് മടക്കുന്ന നടപടികൾക്ക് മുൻഗണന നൽകുമെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. ക്രിസ്റ്റീന, റിജിത്ത്. ബൽറാം നെടുങ്ങാടിയാണ് ഉത്തരാഖണ്ഡിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. തീരുവ ചർച്ചകളിൽ തീരുമാനമാകും വരെ ഇന്ത്യയുമായി തുടർ വ്യാപാര ചർച്ചകളില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയിലാണ് പ്രതികരണം. ഓഗസ്റ്റ് അവസാന വാരം അമേരിക്കൻ സംഘം വ്യാപാര ചർച്ചകൾക്കായി എത്താനായിരുന്നു ധാരണ. മധു കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. മധു, ഇന്നലെ ഈ രാജ്യ താൽപര്യത്തിന് വിരുദ്ധമായൊരു സമീപനം സ്വീകരിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം പ്രധാനമന്ത്രി കൂടി സൂചിപ്പിക്കുന്ന നിലയുണ്ടായിരുന്നു. നരേന്ദ്രമോദി കൂടി സൂചിപ്പിക്കുന്ന ഒരു നിലയുണ്ടായിരുന്നു. വിട്ടുവീഴ്ചയ്ക്കില്ല ഇന്ത്യ എന്ന സൂചന പ്രതികരണം നൽകുന്നുണ്ട്. അമേരിക്കയും കടുത്ത നിലപാടിൽ തന്നെയാണുള്ളത് എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് പുതുതായി പുറത്തുവരുന്ന വിവരങ്ങൾ, മധു കൊട്ടാരക്കര? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, റീജിത്ത്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ചർച്ചകൾ ഈ ട്രംപിന്റെ വിമോചന ദിനം പ്രഖ്യാപിച്ച അന്നു മുതൽ തന്നെ തുടങ്ങിയതാണ്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വ്യാപാര മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ഈ തീരുവ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടത്തിയിട്ടുള്ള രണ്ട് രാജ്യങ്ങൾ ഇന്ത്യയും അമേരിക്കയായിരിക്കും. എന്നാൽ ഈ ചർച്ചകൾ എങ്ങും എത്താത്തതിലുള്ള ഒരു അലോസരപ്പെടുത്തൽ ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകളിൽ പലപ്പോഴും പ്രകടമായി. പ്രത്യേകിച്ച് ജൂലൈ 31 മുതൽ ഇന്ന് ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിന്റെ 200 ദിവസത്തിന്റെ ചെറിയൊരു ആഘോഷം വൈറ്റ് ഹൌസിൽ നടക്കുമ്പോഴാണ് മാധ്യമപ്രവർത്തകരുമായിട്ട് സംസാരിക്കവേ ഇന്ത്യയുടെ തീരുവയും പ്രതിപാദിക്കേണ്ടി വന്നത്. ഇന്ത്യയുമായിട്ട് ഈ തീരുവയിൽ ഒരു തീരുമാനമാകുന്നിടം വരെ ഒരു തുടർ ചർച്ചകൾക്കില്ലെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. എന്നിരുന്നാലും ഇന്ത്യൻ ഉദ്യോഗസ്ഥരുമായിട്ടും അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ചർച്ചകൾ ഒരു വശത്ത് നടക്കുന്നുണ്ടെന്ന് വൈറ്റ് ഹൌസിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും അല്ലാതുള്ളവരും തന്നെ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ ട്രംപ് പറഞ്ഞിരിക്കുന്ന ആ തീയതിക്ക് മുമ്പ് തന്നെ ഈ തീരുവയിൽ ഒരു തീരുമാനമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാൽ ഇന്ത്യ ഇന്നലെ ആദ്യമായിട്ടാണ് ട്രംപിന്റെ ഈ എക്സിക്യൂട്ടീവ് ഓർഡർ 25% പിഴ ചുമത്തിയതിനോട് ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചത്. അതുകൊണ്ട് തന്നെ ഇത് എത്രത്തോളം ഇവര് ഉദ്ദേശിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുമെന്ന് കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. മധു, തുടരുക. ഒരു കാര്യം കൂടി, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ അടുത്തയാഴ്ച UAE-യിൽ കൂടിക്കാഴ്ച നടത്തും. ഇത് കഴിഞ്ഞ ദിവസം എനിക്കൊന്ന് മലയാള മാധ്യമങ്ങളിൽ ആദ്യം റിപ്പോർട്ട് ചെയ്തത് നമ്മൾ തന്നെയാണ് എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ നമുക്കറിയാം, പല നേതാക്കളും പുറമെ എന്തൊക്കെ പറഞ്ഞാലും ഏതൊക്കെ നിലപാടെടുത്താലും അവർക്ക് ഉള്ളിന്റെ ഉള്ളിൽ ചില നിലപാടുകൾ ഉണ്ടാകും. അതുപോലെ തന്നെ ഈ ട്രംപും പുടിനും തമ്മിൽ നിലനിൽക്കുന്ന ഒരു സൗഹൃദത്തെക്കുറിച്ചും നമുക്കറിയാം. അപ്പൊ ഏത് രീതിയിൽ ഈ കാര്യങ്ങൾ പുരോഗമിക്കും, ആ മട്ടിൽ നമ്മൾ ഈ കൂടിക്കാഴ്ചയെ കാണേണ്ടതായിട്ടുണ്ടോ? ക്രിസ്റ്റീന, നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ ഡൊണാൾഡ് ട്രംപും വ്ളാദിമിർ പുടിനും തമ്മിൽ വർഷങ്ങളായിട്ടുള്ള ആഴത്തിലുള്ള ഒരു സൗഹൃദം ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് കളം ഒരുങ്ങിയിരിക്കുകയാണെന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകളായിരിക്കും പ്രധാനമായും ഈ ലോക നേതാക്കളുടെ ഉച്ചകോടിയിൽ നടക്കുക. ഇരുവരുടെയും കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് സെലൻസ്കിയുമായിട്ട് നേരിട്ടുള്ള ചർച്ചകൾ ഡൊണാൾഡ് ട്രംപ് നടത്തുമോ എന്നുള്ളതിന് ഒരു വ്യക്തത വന്നിട്ടില്ല. പ്രത്യേകിച്ച് ഒരു നിബന്ധനകളൊന്നും ഇല്ലാതെയുള്ള കൂടിക്കാഴ്ചയായിരിക്കും ഇതെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഈ ട്രംപ് പുടിൻ കൂടിക്കാഴ്ച വരും ദിവസങ്ങളിൽ നടക്കുമെന്ന് റഷ്യ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കൂടിക്കാഴ്ചയുടെ സ്ഥലം സംബന്ധിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം സെലൻസ്കിയെ ഒപ്പം ഇരുത്തിക്കൊണ്ടുള്ള ചർച്ചകൾ എന്നൊരു നിർദ്ദേശം അമേരിക്ക മുന്നോട്ട് വെച്ചതായിട്ടുള്ള ചില സൂചനകൾ ലഭിക്കുന്നുണ്ട്. പക്ഷേ റഷ്യക്ക് അതിലൊന്നും വലിയ താല്പര്യമില്ല. പണ്ടും ഈ സെലൻസ്കിയോടൊപ്പമുള്ള ചർച്ചകൾ റഷ്യ അല്ലെങ്കിൽ പുടിൻ കാര്യമായി എതിർത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ ഈ വൈറ്റ് ഹൌസിൽ ഈ 200 ദിവസത്തെ അധികാരമേറ്റതിന്റെ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് മാധ്യമപ്രവർത്തകരുമായിട്ട് സംസാരിക്കുമ്പോൾ ഈ പുടിൻ സെലൻസ്കിയുമായി ആദ്യം സംസാരിക്കണമോ എന്ന് ട്രംപിനോട് മാധ്യമപ്രവർത്തകർ എടുത്തു ചോദിച്ചിരുന്നു. അപ്പോൾ അതിന്റെ ഒന്നും ആവശ്യമില്ലെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ വൈറ്റ് ഹൌസ് പ്രസ് റൂമിൽ പ്രസിഡന്റ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുവാനുള്ള ആഗ്രഹം റഷ്യ പ്രകടിപ്പിച്ചതായി വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കാരലിൻ ലെവിറ്റും പറഞ്ഞിരുന്നു. ഈ കൂടിക്കാഴ്ച
കൂടിക്കാഴ്ച എവിടെ വെച്ച് നടത്തണം എന്നുള്ളതിൽ അന്തിമ തീരുമാനം ഇതുവരെ ആയിട്ടില്ല. പക്ഷേ പുടിന് യുഎഇയിൽ വെച്ച് നടത്താനാണ് താല്പര്യം. ട്രംപിനും അതിനോട് ഒരു എതിർപ്പുണ്ടാകാനുള്ള സാധ്യതയില്ല. സെലൻസ്കിയെ കാണുന്നതിൽ ബുദ്ധിമുട്ടില്ല എന്ന് പുടിൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പുടിൻ പറയുന്നത് അതിനൊക്കെ ചില കണ്ടീഷൻസ് ഉണ്ട്. ആ നിബന്ധനകളൊന്നും പാലിക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സെലൻസ്കിക്ക് പറ്റുമോ എന്ന് അത്ര വലിയ ഉറപ്പൊന്നുമില്ല. കൃഷ്ണ റീജിത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് ഡൊണാൾഡ് ട്രംപ് പുടിൻ കൂടിക്കാഴ്ചയ്ക്ക് കളം ഒരുങ്ങുന്നത്. 2018 ഫിൻലൻഡിലെ ഹെലിൻസ്കിയിൽ വെച്ചാണ് ഇരുവരും തമ്മിൽ കണ്ടുമുട്ടിയത്. ഈ രണ്ട് രാജ്യങ്ങളുടെ ലോക നേതാക്കൾ, അതായത് ജോ ബൈഡനും പുടിനും തമ്മിൽ 2021 ശേഷം റഷ്യ അമേരിക്ക ബന്ധം പാടെ തകർന്നു. ട്രംപ് അധികാരം ഏറ്റതിനു ശേഷമാണ് ഇവർ തമ്മിലുള്ള ഹോട്ട്ലൈൻ പോലും പുനഃസ്ഥാപിച്ചത്. ഈ റഷ്യക്കെതിരെയുള്ള അമേരിക്കയുടെ ഉപരോധങ്ങളും അതുപോലെ ഈ തീരുവയും ഒക്കെ ചർച്ചയുടെ ഭാഗമാകാനുള്ള സാധ്യതയുമുണ്ട്. കൃഷ്ണ റീജിത്ത്. ശരി, ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകുകയായിരുന്നു മധു കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നിന്നും. ഇന്ത്യയുടെയും അമേരിക്കയുടെയും ഗുണത്തിനായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തീരുവ പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കണമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇന്ത്യയും ഇസ്രയേലും തമ്മിൽ ഭീകരവാദത്തെ ചെറുക്കുന്ന വിഷയത്തിലും ഇന്റലിജൻസ് കൈമാറ്റത്തിലും കൂടുതൽ സഹകരിക്കാൻ ആഗ്രഹിക്കുന്നതായും നെതന്യാഹു വ്യക്തമാക്കി. അധികം വൈകാതെ ഇന്ത്യ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നതായും ഇസ്രയേൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഇന്ത്യയുടെ ഇസ്രയേൽ സ്ഥാനപതി JP സിംഗുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് നെതന്യാഹുവിന്റെ പ്രതികരണം. ചുങ്കപ്രഹരവുമായി രംഗത്ത് വന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇന്ത്യയിൽ കോടികൾ കൊയ്യുന്ന നിക്ഷേപങ്ങൾ. US പ്രസിഡന്റിന്റെ കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള ദ ട്രംപ് ഓർഗനൈസേഷനാണ് ഇന്ത്യയിലെ വൻ നഗരങ്ങളിൽ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപമുള്ളത്. 24 അന്വേഷണം. ഇന്ത്യയുടേത് നിർജീവ സമ്പദ്ഘടനയെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പരിഹാസം. കുടുംബവകയായ ട്രംപ് ഓർഗനൈസേഷൻ പക്ഷേ ഈ ആരോപണം മുഖവിലയ്ക്ക് പോലും പരിഗണിക്കുന്നില്ല. ഇന്ത്യൻ മഹാനഗരങ്ങളിലെ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങളിലൂടെ ട്രംപ് ഓർഗനൈസേഷൻ സമീപകാലത്ത് വാരിയത് ഏകദേശം 170 കോടി രൂപ. എനിക്ക് പുറകിൽ ഈ കാണുന്നതാണ് മുംബൈ വർലിയിലെ 76 നിലകളുള്ള ട്രംപ് ടവർ. 3000 കോടി രൂപയുടേതാണ് പദ്ധതി. മഹാരാഷ്ട്രയിലെ BJP സംസ്ഥാന അധ്യക്ഷനായിരുന്ന നിലവിൽ മന്ത്രിയായ മംഗൾ പ്രഭാത് ലോധയുടെ ലോധ ഗ്രൂപ്പുമായി ചേർന്നാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. ലോധ ഗ്രൂപ്പ് നിലവിൽ മാക്രോടെക് ഡെവലപ്പേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. പൂനെ കല്യാണി നഗറിലെ ട്രംപ് ടവേഴ്സ് 23 നില മന്ദിരങ്ങളാണ്. സലീം അലി പക്ഷിസങ്കേതത്തിന് സമീപം 500 വൃക്ഷങ്ങൾ ബഹുനില മന്ദിര നിർമ്മാണത്തിനായി മുറിച്ചത് വിവാദമായിരുന്നു. നിർമ്മാണ പങ്കാളിത്തമുള്ള പഞ്ച്ശീൽ റിയാലിറ്റിയിൽ NCP നേതാവ് സുപ്രിയ സുലേക്കും ഭർത്താവിനും 8% പങ്കാളിത്തമുണ്ടായതും ആരോപണങ്ങൾക്കിടയായി. രാജ്യതലസ്ഥാന മേഖലയിലെ ഗുരുഗ്രാമിലുള്ള 1900 കോടിയുടെ ട്രംപ് ടവേഴ്സാണിത്. അടുത്ത വർഷം പൂർത്തീകരിക്കുമെന്ന് കരുതുന്നു. ഗുരുഗ്രാമിലെ ഗോൾഫ് കോഴ്സ് എക്സ്റ്റൻഷൻ റോഡിലാണ് ട്രംപ് ടവർ ഓഫീസ് എന്ന ബഹുനില മന്ദിരം ഉയരുന്നത്. മുംബൈ ചൗപ്പട്ടിയിലെ റെസിഡൻഷ്യൽ ടവർ, കൊൽക്കത്തയിലെ ട്രംപ് ടവർ എന്നിവയും പണം വാരാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതികളാണ്. ട്രിബേക്കയാണ് ഇന്ത്യയിലെ ഔദ്യോഗിക പങ്കാളി. 2017 വരെ ഡൊണാൾഡ് ട്രംപ് ആയിരുന്നു ദ ട്രംപ് ഓർഗനൈസേഷൻ പ്രസിഡന്റും CEO-യും. 2021 മുതൽ ഓർഗനൈസേഷൻ ചെയർമാനാണ് ട്രംപ്. മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രനും ഗുരുഗ്രാമിൽ നിന്ന് വിനീത വിജിക്കുമൊപ്പം ന്യൂസ് ഡെസ്ക് 24. ഗസയുടെ മുഴുവൻ നിയന്ത്രണവും ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നതായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. അത്തരമൊരു നീക്കം നടത്തേണ്ടതുണ്ടോ എന്ന് തീരുമാനിക്കാനുള്ള ഇസ്രയേൽ മന്ത്രിമാരുടെ യോഗം നടക്കാനിരിക്കെയാണ് നെതന്യാഹുവിന്റെ പ്രതികരണം. തന്റെ വ്യക്തിപരമായ താൽപര്യം സംരക്ഷിക്കുന്നതിനായി ശേഷിക്കുന്ന ബന്ദികളെ ബലികഴിക്കാൻ നെതന്യാഹു തയ്യാറാണെന്നതിന്റെ സൂചനയാണ് പ്രസ്താവനയെന്ന് ഹമാസ് വ്യക്തമാക്കി. ഗസയുടെ സമ്പൂർണ്ണ ഏറ്റെടുക്കൽ പലസ്തീനികൾക്കും ഇസ്രായേൽ ബന്ദികൾക്കും ഒരുപോലെ ദോഷകരമാണെന്ന് UN പ്രതികരിച്ചു. ഗസ പിടിച്ചെടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഇസ്രായേലാണെന്ന് ഇസ്രായേലിലെ അമേരിക്കൻ സ്ഥാനപതി മൈക്ക് ഹാക്കബി പറഞ്ഞു. ഇനി നോക്കാം ചില ദേശീയ വാർത്തകൾ ചുരുക്കത്തിൽ. രാജസ്ഥാൻ ഉദയ്പൂരിലെ കനയ്യ ലാലിന്റെ കൊലപാതകം പ്രമേയമാക്കിയ ഉദയ്പൂർ ഫയൽസ് എന്ന ചിത്രത്തിന്റെ റിലീസ് തടയണമെന്ന ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളി. ചിത്രം ഇന്ന് പുറത്തിറങ്ങും. പ്രതിപക്ഷ നേതാക്കളോട് തെരഞ്ഞെടുപ്പ് ക്രമക്കേട് വിശദീകരിച്ച രാഹുൽ ഗാന്ധി ഇന്ത്യ സഖ്യ നേതാക്കൾക്ക് മുന്നിൽ ക്രമക്കേട് വിവരിച്ചു. അഖിലേഷ് യാദവ്, ആദിത്യ താക്കറെ, MA ബേബി, പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തുടങ്ങിയ പ്രതിപക്ഷ നേതാക്കൾ പരിപാടിയിൽ പങ്കെടുത്തു. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ഇന്ത്യയ്ക്കുമേലുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നടപടി അടക്കം ചർച്ചയായി എന്നാണ് സൂചന. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അധിക തീരുവ നടപടികൾക്കിടെ ബ്രസീൽ പ്രസിഡന്റ് ലുല ഡിസിൽവയുമായി ടെലിഫോണിൽ സംസാരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡൊണാൾഡ് ട്രംപ് ബ്രിക്സ് രാജ്യങ്ങൾക്കെതിരെ ചുമത്തുന്ന താരിഫ് നീക്കം ചർച്ചയായെന്നാണ് സൂചന.
ഹൈദരാബാദിൽ മയക്കുമരുന്ന് വേട്ട. ഗാജാഗുഡ മേഖലയിൽ നിന്ന് 66 ഗ്രാം ബ്രൗൺ ഷുഗർ പിടിച്ചെടുത്തു. 2 പേരെ തെലങ്കാന എക്സൈസ് അറസ്റ്റ് ചെയ്തു. കേരള ക്രിക്കറ്റ് ലീഗിന് ആവേശം പകരാൻ മോഹൻലാൽ വേഷമിട്ട പരസ്യചിത്രം പുറത്തിറക്കി. ആവേശ ക്രിക്കറ്റ് അറ്റ് ഇറ്റ്സ് ബെസ്റ്റ് എന്ന ആശയത്തിലൂന്നിയാണ് പരസ്യചിത്രം. ഈ മാസം 21-നാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ നേതൃത്വം നൽകുന്ന കേരള ക്രിക്കറ്റ് ലീഗിന് തുടക്കമാകുന്നത്. കേരള ക്രിക്കറ്റ് ലീഗിന്റെ 2ാം സീസണിന് കൂടുതൽ ആവേശം പകരുകയാണ് മോഹൻലാലിന്റെ സാന്നിധ്യം. ടൂർണമെന്റിന്റെ ബ്രാൻഡ് അംബാസിഡറായ മോഹൻലാലിനെ കേന്ദ്ര കഥാപാത്രമാക്കിയാണ് പരസ്യചിത്രം. പ്രമുഖ പരസ്യചിത്ര സംവിധായകൻ ഗോപ്സ് ബെഞ്ച്മാർക്കാണ് ചിത്രം ഒരുക്കിയത്. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സെക്രട്ടറി വിനോദ് കുമാർ പരസ്യചിത്രത്തിന്റെ പ്രകാശനം നിർവഹിച്ചു. മോഹൻലാലിനൊപ്പം സംവിധായകനായ ഷാജി കൈലാസ്, നിർമ്മാതാവ് ജി സുരേഷ് കുമാർ തുടങ്ങിയവരും പരസ്യചിത്രത്തിൽ വേഷമിടുന്നുണ്ട്. ഷോട്ട് റെഡിയാണ്. എല്ലാം റെഡി. എന്റെ 2 മണി മീറ്റിംഗ് മറക്കണ്ട. ആക്ഷൻ. എന്താ എന്നോട് പറ. എന്ത്? 2 മണി. അതെ അറിയാം, പക്ഷെ പറ്റില്ല. ഞാൻ പോവും. എന്താ ഞാൻ പോവും. ഇവർക്കൊക്കെ ഇത് എന്ത് പറ്റി? ഒരാഴ്ചയായിട്ട് പറയാണ് പ്ലാൻ ചെയ്യാൻ, വിടാൻ പറ്റില്ല. അത്ര എന്ത് പരിപാടിയാണ്? ലാലേട്ടാ, ഈ KCL T20 കാണണല്ലേ ഈ 2 മണി മീറ്റിംഗ്? വഴിയുണ്ടാക്കാൻ ലാലേട്ടാ. ചലച്ചിത്ര താരം നന്ദു കേന്ദ്ര കഥാപാത്രമായ മറ്റൊരു പരസ്യചിത്രം കൂടി ഒരുക്കിയിട്ടുണ്ട്. KCL T20 ആവേശ ക്രിക്കറ്റ്. ഇനി പോരെ ഇടുപ്പാ നടുവ്. എല്ലാവരും കൂടെ ഇങ്ങനെ ഒരുമിച്ച് പറയല്ലേ. എല്ലാവർക്കും നടുവേദന പെടലി വരും. ചേട്ടാ, ശബ്ദം കിട്ടാൻ ഗുളികയുണ്ടോ? ശബ്ദോ അത് പോയോ? എന്ത് പറ്റി ഈ നാട്ടുകാർക്ക്? ആവേശം അൺലിമിറ്റഡ്. KCL T20 ആവേശ ക്രിക്കറ്റ് ലീഗ്. KCL 2ാം സീസണിന് ഈ മാസം 21-നാണ് തുടക്കമാവുക. സെപ്റ്റംബർ 6-നാണ് ഫൈനൽ മത്സരം. 24 തിരുവനന്തപുരം. കൊച്ചി മെട്രോയിൽ ഇനി ടിക്കറ്റ് എടുക്കാൻ ക്യൂ നിൽക്കേണ്ട. ഗൂഗിൾ പേ ഉൾപ്പെടെ UPI ഉപയോഗിച്ച് എളുപ്പത്തിൽ ടിക്കറ്റ് എടുക്കാവുന്ന ക്യാഷ്ലെസ് ടിക്കറ്റ് വെൻഡിംഗ് മെഷീൻ പ്രവർത്തനം തുടങ്ങി. ട്രാൻസ്പോർട്ട് കമ്മീഷണർ CH നാഗരാജു ഉദ്ഘാടനം ചെയ്തു. കൊച്ചി മെട്രോ കൂടുതൽ സ്മാർട്ടാവുകയാണ്. യാത്രക്കാർക്ക് കൗണ്ടറിൽ ക്യൂ നിൽക്കാതെ UPI വഴി പേയ്മെന്റ് നൽകി ടിക്കറ്റ് എടുക്കാൻ സൗകര്യം നൽകുന്ന ടിക്കറ്റ് വെൻഡിംഗ് മെഷീൻ കൊച്ചി മെട്രോ സ്റ്റേഷനുകളിൽ പ്രവർത്തനം തുടങ്ങി. JLN സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ CH നാഗരാജു പദ്ധതി ഉദ്ഘാടനം ചെയ്തു. യാത്രക്കാർക്ക് അനായാസം ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാനായി ഒരുക്കുന്ന സൗകര്യങ്ങളിൽ ഏറ്റവും ഒടുവിലെത്തേതാണ് ഇതെന്ന് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റ. Over the period of time now our cash transactions are coming down, digital payments are going up. That is a good sign. So we actually wanted to do almost 100% digital payment, but that will take a little time. But it is a good thing that we are actually increasing the digital payment system. രാജ്യത്തെ ചുരുക്കം ചില മെട്രോകളിൽ മാത്രമാണ് വെൻഡിംഗ് മെഷീനിൽ UPI ബന്ധിപ്പിച്ചിട്ടുള്ളത്. ടിക്കറ്റ് എടുക്കാൻ കൗണ്ടറുകളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ മറ്റ് നിരവധി സംവിധാനങ്ങളും കൊച്ചി മെട്രോയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ടിക്കറ്റ് എടുക്കാൻ പൂർണ്ണമായും ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനത്തിലേക്ക് യാത്രക്കാരെ മാറ്റുകയാണ് കൊച്ചി മെട്രോയുടെ ലക്ഷ്യം. കൊച്ചി വൺ മൊബൈൽ ആപ്പ്, വാട്സാപ്പ്, ഗൂഗിൾ വാലറ്റ് എന്നിവ വഴിയും പേടിഎം, ഫോൺപേ, റെഡ് ബസ് തുടങ്ങിയവ വഴിയും ഇപ്പോൾ ടിക്കറ്റ് എടുക്കാം. വാട്സാപ്പ്, ഗൂഗിൾ വാലറ്റ് അധിഷ്ഠിത ടിക്കറ്റിംഗ് സംവിധാനവും നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട്. യാത്ര ചെയ്യേണ്ട സ്റ്റേഷൻ ടിക്കറ്റ് വെൻഡിംഗ് മെഷീനിൽ സെലക്ട് ചെയ്ത ശേഷം QR കോഡ് സ്കാൻ ചെയ്ത് പേയ്മെന്റ് നടത്താം. ഭിന്നശേഷി സൗഹൃദ മെഷീനാണ് ക്രമീകരിച്ചിരിക്കുന്നത്. 24 കൊച്ചി. അർജന്റീന ഫുട്ബോൾ ടീം ഒക്ടോബറിൽ അമേരിക്കയിലേക്കെന്ന് റിപ്പോർട്ട്. ഷിക്കാഗോയിൽ മെക്സിക്കോയുമായി സൗഹൃദ മത്സരം കളിക്കും. ഒക്ടോബറിൽ നിശ്ചയിച്ചിരുന്ന ചൈന ടൂർ റദ്ദാക്കിയതായും റിപ്പോർട്ട്. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് ചേരുകയാണ്. അനിൽ, ഗുഡ് മോർണിംഗ്. ഈ ഒക്ടോബർ വിൻഡോയിൽ കേരളത്തിലും ഇന്ത്യയിലുമുള്ള മാച്ചുകൾ അതായിരുന്നല്ലോ നമ്മുടെ ഒരു കരാറിന്റെ സാധ്യതയായി പറഞ്ഞിരുന്നത്. പക്ഷേ ആ ഒക്ടോബർ വിൻഡോയിൽ അർജന്റീനയുടെ മാച്ചുകൾ നിശ്ചയിച്ചിരിക്കുന്നു. ഒക്ടോബറിൽ ചൈന ടൂർ ഉണ്ടെന്ന സൂചനകളുണ്ടായിരുന്നു, അത് റദ്ദാക്കിയെന്ന സൂചന വരുന്നു. അതുകൊണ്ട് തന്നെ വേൾഡ് കപ്പിന് മുമ്പ് ഇന്ത്യയിൽ അർജന്റീന ടീം കളിക്കാനുള്ളൊരു സാധ്യത മങ്ങുകയല്ലേ?
തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഒക്ടോബറിൽ അർജന്റീന ടീം കേരളത്തിലേക്ക് വരുമെന്നായിരുന്നു കായിക മന്ത്രിയുടെയും പിന്നീട് സ്പോൺസറുടെയും ഒക്കെ തന്നെ വാദമുണ്ടായിരുന്നു. അവർ ഇപ്പോഴും വലിയ പ്രതീക്ഷയോടെ ഇല്ലെങ്കിൽ അവകാശവാദമായി ഉന്നയിച്ചിരിക്കുന്നത് ഒക്ടോബറിൽ വരും, അത് വരില്ല എന്നുള്ളത് ഒഫീഷ്യലി അറിയിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അത് അങ്ങനെ തന്നെ നിൽക്കുന്നുമുണ്ട്. ഇപ്പോൾ നേരത്തെ ചൈനയിലേക്ക് ഒക്ടോബർ മാസത്തിൽ അർജന്റീന പോകുമെന്ന് പുറത്തുവിട്ട TYCയുടെ മാധ്യമപ്രവർത്തകനായ ഗാസ്റ്റൺ എഡ്യൂൾ തന്നെയാണ് ഇക്കാര്യവും പുറത്തുവിടുന്നത്. അദ്ദേഹം പറയുന്നത് നേരത്തെ പറഞ്ഞിരുന്നു ചൈനയിലേക്കാണ് ഒക്ടോബറിൽ പോകുക എന്നതായിരുന്നു. പക്ഷേ ചൈനയിലെ മത്സരങ്ങൾ ഇപ്പോൾ റദ്ദായിട്ടുണ്ട്. പകരം അർജന്റീന മെക്സിക്കോയുമായിട്ടാണ് കളിക്കുക. ഈ മത്സരം നടക്കുക അമേരിക്കയിലായിരിക്കും, ഷിക്കാഗോയിലായിരിക്കും. ഒക്ടോബർ 8 മുതൽ 14 വരെയുള്ള ദിവസങ്ങൾക്കിടയിൽ ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും ഈ മത്സരം ഉണ്ടാവുക. വിൻഡോ എന്ന് പറയുന്നത് 6 മുതൽ 14 വരെയാണ്. അതുകൊണ്ട് തന്നെ 8 മുതൽ 14 വരെയുള്ള ദിവസങ്ങളിൽ ഏതെങ്കിലും ഒന്നിലായിരിക്കും മത്സരമെന്നും ഈ ഗാസ്റ്റൺ എഡ്യൂളിന്റെ അദ്ദേഹത്തിന്റെ പോഡ്കാസ്റ്റിലൂടെ അദ്ദേഹം അറിയിക്കുന്നുണ്ട്. എന്തായാലും കേരളത്തിലേക്ക് ഇല്ല എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഗാസ്റ്റൺ എഡ്യൂൾ പറയുന്നത്. അദ്ദേഹം ഒരു ഘട്ടത്തിൽ പോലും ഇന്ത്യ എന്നോ അല്ലെങ്കിൽ കേരളം എന്നോ ഗാസ്റ്റൺ എഡ്യൂൾ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. അത് സമാനമായ രീതിയിൽ തന്നെ ചൈനയുടെ പേര് പറഞ്ഞിരുന്നു. പക്ഷെ അത് മാറിയപ്പോൾ അമേരിക്കയിലേക്കാണ് അർജന്റീനയും ടീം പോകുന്നത് എന്ന തരത്തിലാണ്. എന്തായാലും കേരളത്തിലെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം നിരാശപ്പെടുത്തുന്ന വാർത്ത തന്നെയാണ് ഇത്. എന്തായാലും അർജന്റീന വരുമോ എന്ന കാര്യത്തിൽ അല്പമെങ്കിലും, അല്ലെങ്കിൽ ഇനി സ്പോൺസർ പറയുന്നതിലോ സർക്കാർ പറയുന്നതിലോ എന്തെങ്കിലും വാസ്തവമുണ്ടോ, അല്ലെങ്കിൽ അവർ പറഞ്ഞതൊക്കെ ശരിയാണോ എന്ന് അവസാന നിമിഷമെങ്കിലും കൺഫേം ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതീക്ഷയോടെയായിരുന്നു അവരുണ്ടായിരുന്നത്. പക്ഷെ അതുണ്ടാകുന്നില്ല എന്ന് തന്നെയാണ് ഗാസ്റ്റൺ എഡ്യൂളിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാവുന്നത്. അർജന്റീന മെക്സിക്കോയുമായി തന്നെ ആയിരിക്കും കളിക്കുക. അർജന്റീനയുടെ അടുത്ത വർഷത്തെ ലോകകപ്പ് ഒരുക്കങ്ങളുടെ ഭാഗമായി കൂടിയാണ് അർജന്റീന അമേരിക്കയിലേക്ക് തന്നെ പോകാൻ തീരുമാനിച്ചിരിക്കുന്നതെന്നും മനസ്സിലാക്കുന്നു ക്രിസ്റ്റീന. ശരി, അർജന്റീന ഫുട്ബോൾ ടീം ഒക്ടോബറിൽ അമേരിക്കയിലേക്ക് എന്നാണ് റിപ്പോർട്ട്. ഷിക്കാഗോയിൽ മെക്സിക്കോയുമായി സൗഹൃദ മത്സരം കളിക്കും എന്ന വിവരമാണ് പുറത്തുവരുന്നത്. അനിൽ വാസുദേവ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഏറ്റുമാനൂർ ജൈനമ്മ തിരോധാനത്തിൽ നിർണായക തെളിവുകൾ കണ്ടെത്തി ക്രൈംബ്രാഞ്ച്. സെബാസ്റ്റ്യന്റെ വാഹനത്തിൽ നിന്നും കത്തി, ചുറ്റിക, ഡീസൽ ക്യാൻ എന്നിവ കണ്ടെത്തി. കോട്ടയം വെട്ടിമുകളിലെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് ഇവ കണ്ടെത്തിയത്. ടോബി ജോൺസൺ വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ചേരുന്നുണ്ട്. ടോബി, തിരോധാന കേസുകളിലാകെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ ആകാതെ ക്രൈംബ്രാഞ്ച് നിൽക്കുന്ന സാഹചര്യമാണ്. അതിനിടയിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന വസ്തുക്കൾ, തെളിവുകൾ, അത് തുടർ നീക്കങ്ങളിൽ എത്രത്തോളം നിർണായകമാണ് ടോബി? തീർച്ചയായിട്ടും തുടർ നീക്കങ്ങളിൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിർണായകമായിട്ടുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഈ ഏറ്റുമാനൂരുള്ള സെബാസ്റ്റ്യന്റെ വീടിന്റെ പരിസരത്ത് പാർക്ക് ചെയ്തിരുന്ന കാറിൽ നിന്നുമാണ് ഈ വസ്തുക്കൾ കണ്ടെത്തിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് അവർ വിട്ടിട്ടില്ല. പക്ഷേ നിർണായകമായിട്ടുള്ള ഒരു പരിശോധന ഇന്നലെ രാത്രിയിൽ അവിടെ നടത്തുകയും ചില കാര്യങ്ങൾ, അതായത് ഈ കത്തി, ചുറ്റിക, അതുപോലെ തന്നെ ഡീസൽ ക്യാൻ, ഈ കാര്യങ്ങൾ വാഹനത്തിൽ നിന്നും കണ്ടെത്തി എന്നുള്ളൊരു വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. എന്തായാലും അത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ അന്വേഷണ സംഘത്തിൽ നിന്നും ലഭിക്കേണ്ടതുണ്ട്. ഇത് ഒരു നിർണായകമായിട്ടുള്ള കാര്യമാണ്. എവിടെ ആരുടെ അവശിഷ്ടങ്ങളാണ് എന്നുള്ളത് സംബന്ധിച്ച് DNA പരിശോധനാ ഫലം ഇതുവരെ എത്തിയിട്ടില്ല. പക്ഷേ കൃത്യമായിട്ടുള്ള തെളിവുകൾ, ഈ കുറ്റകൃത്യം ചെയ്തത് സെബാസ്റ്റ്യൻ ആണെന്ന് പറയുന്ന തെളിവുകൾ അന്വേഷണ സംഘത്തിന്റെ പക്കലുണ്ട് എന്ന് നേരത്തെ തന്നെ അവർ വ്യക്തമാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇക്കാര്യങ്ങൾ കൂടി കണ്ടെത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീടിന്റെ പരിസരങ്ങളിലും വിശദമായിട്ടുള്ള പരിശോധന വരും ദിവസങ്ങളിൽ നടക്കാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. ഒപ്പം തന്നെ സെബാസ്റ്റ്യന്റെ ഭാര്യയെ കഴിഞ്ഞ 2 ദിവസമായി ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു. അവരിൽ നിന്നും കൃത്യമായിട്ടുള്ള മൊഴികൾ ശേഖരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ നിർണായക നീക്കം കേസിൽ മറ്റ് കേസുകളിലടക്കം തിരിവുകൾ ഉണ്ടാക്കുമെന്നാണ് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത്. ടോബി ജോൺസണാണ് കോട്ടയത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. മലപ്പുറം മണ്ണാർമലയിൽ വീണ്ടും പുലി. നാട്ടുകാർ സ്ഥാപിച്ച ക്യാമറയിലാണ് ഇന്നും പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞത്. മാസങ്ങളായി ജനവാസ മേഖലയിൽ പുലി വിഹരിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി നാട്ടുകാർക്ക് വനമന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു. വിപിൻ സി വിജയനാണ് ചേരുന്നത്. വിപിൻ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസവും നമ്മൾ ഭീതിതമായ ദൃശ്യങ്ങൾ കണ്ടിരുന്നു. ഈ CCTV തന്നെ നാട്ടുകാർ സ്ഥാപിച്ചതാണെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഈ കാര്യത്തിൽ എന്ത് പ്രതികരണമാണുള്ളത്? ഇതിൽ എന്ത് നടപടിയാണ് എടുക്കുക എന്നവർ പറയുന്നു? ഗുഡ് മോർണിംഗ് റീജിത്ത്, ക്രിസ്റ്റീന. ഇന്നും പുലിയുടെ ദൃശ്യങ്ങൾ ഈ മണ്ണാർമലയിൽ സ്ഥാപിച്ച ക്യാമറയിൽ പതിഞ്ഞിരിക്കുകയാണ്. തുടർച്ചയായിട്ടുള്ള 2ാമത്തെ ദിവസമാണ് നാട്ടുകാർ സ്ഥാപിച്ച ക്യാമറയിൽ പുലിയുടെ ദൃശ്യങ്ങൾ പതിയുന്നത്. ഇതിപ്പോൾ ഈ ക്യാമറയോട് തൊട്ട് ചേർന്ന് പുലി പോകുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു വലിയ ശൗര്യമുള്ള ഒരു പുലി തന്നെയാണ്. അപ്പോൾ നാട്ടുകാർ ഇന്നലെ തന്നെ വനം മന്ത്രിയെ നേരിട്ട് കാണുകയും വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ നിവേദനം കൊടുക്കുകയും ചെയ്യും. എത്രയും വേഗം ഈ പുലിയെ പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം
എന്നുള്ളതാണ് ആവശ്യം. കഴിഞ്ഞ ഒരു 6 മാസമായി പല തവണയായി ഈ പുലിയുടെ ദൃശ്യങ്ങളൊക്കെ പതിയുന്നു. അവിടുത്തെ നാട്ടുകാർ പുലിയെ കാണുന്നു. തീർത്തും ജനവാസ മേഖല കൂടിയാണ്. അവിടെയാണ് ഈ പുലി ഇങ്ങനെ വിഹരിക്കുന്നത്. കൂട് സ്ഥാപിച്ചു എന്നുണ്ടെങ്കിലും ആ ഒരു ഭാഗത്തേക്ക് തന്നെ പുലി പോകുന്നതായി കണ്ടിരുന്നില്ല. ഇന്നലെ ഈ നാട്ടുകാർ ആവശ്യപ്പെട്ടത് പ്രകാരം അവർ പറഞ്ഞ സ്ഥലത്തേക്ക് ഈ കൂട് മാറ്റി സ്ഥാപിക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അതിനേക്കാൾ ഫലപ്രദമായിട്ടുള്ള നടപടികളിലേക്ക് വനംവകുപ്പ് കടക്കണം എന്നുള്ള ആവശ്യം നാട്ടുകാർ ഇതിനോടകം തന്നെ ഉന്നയിക്കുകയാണ്. ഒപ്പം തന്നെ നാട്ടുകാരുടെ ഒരു സംശയം, അവിടെ 2 പുലികളുണ്ട് എന്നുള്ള ഒരു സംശയം കൂടി ഇതിനോടകം തന്നെ നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു സംശയം മാറ്റി കൊടുക്കണം എന്നുള്ളൊരു ആവശ്യം കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പുലി ഇങ്ങനെ ആ പ്രദേശത്ത് തന്നെ തമ്പടിച്ചിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന CCTV ദൃശ്യങ്ങളാണ് ഈ പുറത്തു വന്നിരിക്കുന്നത്. ക്രിസ്റ്റീന. വിപിൻ, നേരത്തെ തന്നെ നാട്ടുകാർ വലിയ ആശങ്ക പങ്കുവെക്കുകയും വനംവകുപ്പിനെ അറിയിക്കുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷേ എന്നിട്ടും ഇടപെടൽ ഉണ്ടായില്ല. ഇത് ഈ സ്ഥലത്ത് തന്നെ, ആ മേഖലയിൽ തന്നെ തുടർച്ചയായി ഇങ്ങനെ പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുന്ന പശ്ചാത്തലമുണ്ട്. എന്നിട്ടും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടൽ കൂട് സ്ഥാപിക്കാനോ മറ്റോ ഉണ്ടാവുന്നുണ്ടോ വിപിൻ? വനം വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഫലപ്രദമായിട്ടുള്ള ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഒരു വ്യക്തമായിട്ടുള്ള കാര്യമാണ്. കാരണം ഇതിനു മുൻപ് തന്നെ അവർ ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുകയും പ്രക്ഷോഭം നടത്തുകയും ഇങ്ങനെ ഒരു പുലി അവിടെയുണ്ട്, അതിനെ പിടികൂടുന്നതിന് വേണ്ടി ശക്തമായ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടതാണ്. പക്ഷേ വളരെ അടുത്താണ് ഇപ്പോൾ ഒരു കൂട് തന്നെ സ്ഥാപിച്ചത്. ആ കൂട്ടിലേക്കാണെങ്കിൽ ആ പരിസരത്തേക്ക് തന്നെ പുലി പോകുന്നതായിട്ട് വ്യക്തമാകുന്നുമില്ല. അങ്ങനെയാണ് ഇപ്പോൾ വനം മന്ത്രിയെ നേരിട്ട് നാട്ടുകാർ കാണേണ്ട അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ കണ്ടതിന് ശേഷമാണ് ഇപ്പോൾ നാട്ടുകാർ ആവശ്യപ്പെട്ട, അതായത് പുലി സ്ഥിരമായിട്ട് വരുന്നു എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സ്ഥലത്ത് ഈ കൂട് മാറ്റി സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഈ ദൃശ്യങ്ങൾ പതിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പുലിയെ പിടികൂടുന്നതിന് വേണ്ടിയിട്ട് അവിടെ കുറച്ചുകൂടി കാര്യക്ഷമമായി അതിനെ മയക്കുവെടിക്കുകയോ മറ്റെന്തെങ്കിലും നടപടികളിലേക്ക് കടക്കണം എന്നുള്ളൊരു ആവശ്യമാണ് ഉന്നയിക്കുന്നത്. കാരണം ചെറിയ കുട്ടികളടക്കം സ്കൂളിലേക്ക് പോകുന്ന പെരിന്തൽമണ്ണയ്ക്ക് തൊട്ടടുത്ത സ്ഥലമാണ് ഈ മണ്ണാർമല മാട് റോഡ് എന്ന് പറയുന്നത്. അവിടെ 100 കണക്കിന് വാഹനങ്ങൾ രാത്രി അടക്കം പോകുന്ന സ്ഥലമാണ്. അവിടെയാണ് പുലി കുടുങ്ങുന്നത്. ഇത് നാട്ടുകാർ സ്ഥാപിച്ച ക്യാമറയാണ്. വനംവകുപ്പ് അത്തരത്തിലുള്ളൊരു നടപടികളിലേക്ക് പോലും കടന്നില്ല എന്നുള്ളത് ആ സ്ഥലത്തെ സംബന്ധിച്ച വലിയ അവഗണനയാണെന്ന് കൂടി ഈ നാട്ടുകാർക്ക് വലിയ പരാതി ഇതിനോടകം തന്നെ ഉണ്ട്. ശ്രീജിത്ത്. വിപിൻ സി വിജയനാണ് വിശദാംശങ്ങൾ നൽകിയത്. തുടർച്ചയായ ദിവസങ്ങളിൽ പുലിയുടെ ദൃശ്യങ്ങളാണ് CCTV ക്യാമറകൾ കാണുന്നത്. ഒന്നിലേറെ പുലിയുണ്ടോ എന്ന് നാട്ടുകാർ സംശയിക്കുന്നു. മേഖലാ രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് കോഴിക്കോട് തിരിതെളിയും. വിഖ്യാത സംവിധായകൻ സയ്യിദ് മിർസ ഉദ്ഘാടനം ചെയ്യും. ദ സീഡ് ഓഫ് ദ സീക്രട്ട് ഫിഗ് ആണ് ഉദ്ഘാടന ചിത്രം. സിനിമാ പ്രേമികളുടെ തട്ടകത്തിലേക്ക് രാജ്യാന്തര ഫിലിം ഫെസ്റ്റിവൽ അതിന്റെ പ്രാദേശിക പതിപ്പുമായി എത്തുകയാണ്. 3 പതിറ്റാണ്ട് മുൻപ് IFFKക്ക് തുടക്കമിട്ട കോഴിക്കോട് നഗരിയിൽ സാംസ്കാരിക വകുപ്പ് ഇതാദ്യമായാണ് RIFFKയുമായി എത്തുന്നത്. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ നേതൃത്വത്തിൽ ആഗസ്റ്റ് 8 മുതൽ 11 വരെയാണ് ചലച്ചിത്രമേള. കോഴിക്കോട് കൈരളി ശ്രീ കോർണേഷൻ തിയേറ്ററുകളാണ് വേദി. ജനകീയ ചലച്ചിത്രമേളയാണ് ചലച്ചിത്ര അക്കാദമി ലക്ഷ്യമിടുന്നതെന്ന് സെക്രട്ടറി C. അജോയ് 24നോട് പറഞ്ഞു. നമുക്കറിയാം, നമ്മുടെ കേരളത്തിലെ ഏറ്റവും അഭിമാനമായി നമ്മൾ വളർത്തിയെടുത്ത ചലച്ചിത്രോത്സവമാണ് IFFKയിൽ ഒരു 15,000-ഓളം ആളുകൾ കേരളത്തിൽ നിന്നും പല ഭാഗങ്ങളിലും തിരുവനന്തപുരത്തേക്ക് എത്തുകയാണ്. എന്നാൽ ഈ ചലച്ചിത്ര അനുഭവം വലിയൊരു ചലച്ചിത്ര പാരമ്പര്യമുള്ള കേരളത്തിൻ്റെ മറ്റു നഗരങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പ്രാദേശികമായ IFFK പതിപ്പാണ്. തിരുവനന്തപുരത്ത് ഒരു 177 സിനിമകളാണ് 29ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിച്ചതെങ്കിൽ അവിടെ നിന്ന് തെരഞ്ഞെടുത്ത ഏറ്റവും മികച്ച 58 ചലച്ചിത്ര സൃഷ്ടികളാണ് കോഴിക്കോട് നടക്കുന്ന RIFFKയിൽ വരുന്നത്. രാജ്യാന്തരമേളയ്ക്ക് ഉദ്ഘാടനത്തിനെത്തുന്നതും രാജ്യാന്തര പ്രശസ്തനാണ്. വിഖ്യാത സംവിധായകനും KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിന്റെ ചെയർപേഴ്സണുമായ സയ്യിദ് മിർസയാണ് ഉദ്ഘാടകൻ. മുഹമ്മദ് റസൂലോഫ് സംവിധാനം ചെയ്ത ദ സീഡ് ഓഫ് ദ സാക്രഡ് ഫിഗ് ഉദ്ഘാടന ചിത്രമാണ്. വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്ക് കൈരളി തിയേറ്ററിലാണ് ഉദ്ഘാടന ചടങ്ങ്. മേയർ ബീന ഫിലിപ്പിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന ചടങ്ങിൽ ഷാങ്ഹായ് ചലച്ചിത്രമേളയിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയ മീനാക്ഷി ജയൻ സിത്താരെ മീൻപെരെ എന്ന ഹിന്ദി ചിത്രത്തിൽ ഗുഡു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഗോപികൃഷ്ണൻ വർമ്മ, സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവായ നടൻ സുധീഷ് തുടങ്ങിയവർ അതിഥികളായി പങ്കെടുക്കും. IFFKയിൽ നിന്നും തെരഞ്ഞെടുത്ത 58 ചിത്രങ്ങളാണ് കോഴിക്കോട്ട് RIFFKയിൽ പ്രദർശനത്തിനെത്തുന്നത്. എക്കാലത്തെയും മികച്ച സിനിമ മലയാളത്തിന് സമ്മാനിച്ചു വിട പറഞ്ഞ MT വാസുദേവൻ നായർക്കും PV ഗംഗാധരനും ആദരമർപ്പിക്കുന്ന പ്രത്യേക പരിപാടിയും മേളയുടെ ഭാഗമാണ്. 24 കോഴിക്കോട്.
ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഒരു സുപ്രധാന ഏടാണ് ക്വിറ്റ് ഇന്ത്യ സമരം. 83 വർഷങ്ങൾക്ക് മുൻപ് 1942 ഓഗസ്റ്റ് 8 മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഈ സമരം ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക എന്ന ശക്തമായ മുദ്രാവാക്യത്തിലൂടെ ഇന്ത്യൻ ജനതയുടെ സ്വാതന്ത്ര്യദാഹം ലോകത്തിനു മുന്നിൽ പ്രഖ്യാപിച്ചു. രണ്ടാം ലോക മഹായുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരുന്ന സമയം ബ്രിട്ടൻ തങ്ങളുടെ യുദ്ധാവശ്യങ്ങൾക്കായി ഇന്ത്യയെ ഉപയോഗിച്ചിരുന്നുവെങ്കിലും ഇന്ത്യക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകാൻ തയ്യാറായിരുന്നില്ല. ഇതിനിടെ ഇന്ത്യക്ക് ഡൊമിനിയൻ പദവി നൽകുന്നതുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷ് സർക്കാർ ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ചു. എന്നാൽ ഈ ദൌത്യം പരാജയപ്പെട്ടത് ഇന്ത്യൻ ദേശീയ നേതാക്കളെ നിരാശരാക്കി. ഈ സാഹചര്യത്തിലാണ് ഗാന്ധിജി അവസാന സമരത്തിന് ആഹ്വാനം ചെയ്യുന്നത്. 1942 ഓഗസ്റ്റ് 8 മുംബൈയിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കി. ഈ സമ്മേളനത്തിൽ ഗാന്ധിജി നടത്തിയ പ്രസിദ്ധമായ പ്രസംഗത്തിൽ പോരാടുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആഹ്വാനം നൽകി. ബോംബെ മേയറായിരുന്ന യൂസഫ് മെഹ്റിലിയാണ് ക്വിറ്റ് ഇന്ത്യ എന്ന മുദ്രാവാക്യം രൂപപ്പെടുത്തിയത്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയതിന്റെ അടുത്ത ദിവസം തന്നെ ഗാന്ധിജി ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളെ ബ്രിട്ടീഷ് സർക്കാർ അറസ്റ്റ് ചെയ്തു. നേതാക്കളില്ലാതെ ജനങ്ങൾ സ്വയമേവ സമരത്തിൽ പങ്കെടുത്തു. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും വ്യാപകമായ പ്രതിഷേധങ്ങൾ അരങ്ങേറി. പ്രസ്ഥാനത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷ് സർക്കാർ നിഷ്ഠൂര നടപടികൾ സ്വീകരിച്ചു. ഇന്ത്യൻ ജനതയുടെ സ്വാതന്ത്ര്യബോധം കൂടുതൽ ശക്തമാക്കിയെന്നതാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ പ്രസക്തി. റിസർച്ച് ഡെസ്ക് 24. കടത്തുവള്ളത്തിലെ യാത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് സുരക്ഷാ കവചമൊരുക്കി കൊല്ലം അഴീക്കൽ ഗവൺമെന്റ് ഹൈസ്കൂൾ. പോക്കാട് മണ്ണേൽക്കടവിൽ നിന്നും കടത്തുവള്ളത്തിൽ യാത്ര ചെയ്തു വേണം കുട്ടികൾക്ക് അഴീക്കൽ ഗവൺമെന്റ് ഹൈസ്കൂളിൽ എത്താൻ. ഈ കുട്ടികൾക്കാണ് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥി സംഘടന ലൈഫ് ജാക്കറ്റുകൾ നൽകിയത്. പത്തൊൻപത് വിദ്യാർത്ഥികളാണ് അഴീക്കൽ പോക്കാട്ട് മണ്ണേൽക്കടവിൽ നിന്നും കടത്തുമാർഗം അഴീക്കൽ ഗവൺമെന്റ് ഹൈസ്കൂളിലേക്ക് എത്തുന്നത്. തോണിയിൽ പഠനത്തിനായി എത്തുന്ന വിദ്യാർത്ഥികളുടെ സുരക്ഷയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് സ്കൂൾ അധികൃതർ ആലോചിക്കുമ്പോഴാണ് പൂർവ്വ വിദ്യാർത്ഥികളുടെ സഹായഹസ്തമെത്തുന്നത്. എല്ലാ കാര്യങ്ങൾക്കും സ്കൂളിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന അലൂമിനി അസോസിയേഷൻ വള്ളത്തിൽ പോയി വരുന്ന എല്ലാ കുട്ടികൾക്കും ലൈഫ് ജാക്കറ്റ് വിതരണം ചെയ്യുകയായിരുന്നു. അതോടൊപ്പം കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ നമ്മുടെ സ്കൂളിന് കഴിയുകയും ചെയ്തു. ലൈഫ് ജാക്കറ്റുകൾ വെറുതെ എത്തിച്ചു നൽകുകയായിരുന്നില്ല. അത് ഉപയോഗിക്കാനും വിദ്യാർത്ഥികൾക്ക് പൂർവ്വ വിദ്യാർത്ഥി സംഘടന പരിശീലനം നൽകി. അസോസിയേഷൻ നൽകുന്ന ജാക്കറ്റ് സ്കൂളിൽ തന്നെ സൂക്ഷിക്കുകയും തിരിച്ചു പോകുമ്പോൾ അവരെ ഏൽപ്പിച്ചു വിടുകയും ഓരോ അക്കാഡമിക് വർഷത്തിൽ അത് പുതുക്കി നൽകുന്നതിന് വേണ്ടിയുള്ള നടപടിയും അസോസിയേഷൻ സ്വീകരിക്കുവാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ഇന്ന് കടത്തുവെള്ളത്തിൽ സഞ്ചരിക്കുന്നതിൽ തെല്ലും ഭയമില്ലെന്ന് വിദ്യാർത്ഥികളും പറയുന്നു. ഇവിടെ ഭയങ്കര കാറ്റും മഴയൊക്കെ വന്നപ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ ജാക്കറ്റ് കിട്ടിയതിനു ശേഷം ഭയങ്കര ഒരു സന്തോഷമാണെന്ന് അറിയത്തില്ല, ഒരു സമാധാനത്തിൽ നമുക്കിപ്പോൾ വെള്ളത്തിലിരുന്ന് പോകാൻ സാധിക്കുന്നു. ഞങ്ങൾ ഈ ലൈഫ് ജാക്കറ്റ് കിട്ടിയപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ സ്കൂളിനോടും ഈ ലൈഫ് ജാക്കറ്റിന് നൽകാൻ സഹായിച്ച അസോസിയേഷനോടും ഞങ്ങൾ നന്ദി പറയുന്നു. സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഇന്ന് നീന്തൽ പരിശീലനവും ഇവർ നൽകി വരുന്നു. സുനാമിയിൽ 10 വിദ്യാർത്ഥിനികളെയും ഈ സ്കൂളിന് നഷ്ടമായിരുന്നു. 100 വർഷത്തിലേറെ പാരമ്പര്യമുള്ള തീരദേശ മേഖലയിലെ വിദ്യാലയമാണ് അഴീക്കലിലേത്. ഈ ദൃശ്യം കരുനാഗപ്പള്ളി അഴീക്കൽ ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിന്നുള്ളതാണ്. തങ്ങളുടെ കുട്ടികളെ സുരക്ഷിതരായി വീടുകളിലേക്ക് എത്തിക്കാൻ പൂർവ്വ വിദ്യാർത്ഥികൾ കണ്ടെത്തിയ മാർഗമാണ് ഈ ലൈഫ് ജാക്കറ്റ്. സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് പുതിയ മാതൃക തന്നെയാണ് ഈ വിദ്യാലയം മുന്നോട്ട് വെക്കുന്നത്. കൊല്ലത്തുനിന്ന് ക്യാമറമാൻ അരുൺ SR-നൊപ്പം അരുൺ രാജ്, 24. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു തീരുമാനവുമില്ലെന്ന് കേന്ദ്ര സർക്കാർ പ്രതിനിധി കരമന ജയൻ 24-നോട്. ഇന്നലെ നടന്ന ക്ഷേത്ര ഭരണസമിതി യോഗത്തിൽ ഉൾപ്പെടെ ഒരു ചർച്ചയും ഉണ്ടായില്ല. പുറത്തുവരുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും കരമന ജയൻ പറഞ്ഞു. ബി നിലവറ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ ഭരണസമിതിയുടെ മാത്രം യോഗമാണ് നടക്കാറുള്ളത്. അതും തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മാത്രമേ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടാറുള്ളൂ. കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധിയും സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധിയും ഒരു വാഗ്വാദത്തിൻ്റെ പേരിലോ ഒരു യുദ്ധം ചെയ്യാനോ അല്ല അവിടെ വന്നിട്ടുള്ളത്. ക്ഷേത്രത്തിൻ്റെ സർവതോമുഖമായിട്ടുള്ള വികസനവും ഉന്നതിക്കും വേണ്ടിയുള്ള ഒരു പ്രതിനിധികളായിട്ടാണ് ഭരണസമിതിയിൽ പ്രവർത്തിക്കേണ്ടത്. സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് നിലവറകൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ചും ബി നിലവറ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഭരണസമിതിക്ക്
ഉചിതമായ തീരുമാനം എടുക്കാമെന്നുള്ളതാണ്. ഇപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല, അതിൻ്റെ ആവശ്യം വരുന്നില്ല. ഇപ്പോൾ അടിസ്ഥാനരഹിതമാണ്, യാതൊരു അടിസ്ഥാനമില്ലാത്ത വാർത്തകളാണ്, ഇത് വ്യാജ പ്രചരണമാണ് ഇപ്പോൾ നടന്നത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് റിനു ശ്രീധറാണ് വീണ്ടും ചേരുന്നത്. റിനു, ഗുഡ് മോർണിംഗ്. ഈ ഭരണസമിതിയുടെയും ഉപസമിതിയുടെയും ഉപദേശക സമിതിയുടെയും ഒരു യോഗം, ആ യോഗത്തിൽ പ്രധാനമായും ചർച്ചയായത് ക്ഷേത്ര പുനരുദ്ധാരണവും ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥകളുമൊക്കെയാണ്. പക്ഷേ ആ യോഗത്തിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധി ബി നിലവറ തുറക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുവെന്നായിരുന്നല്ലോ വാർത്തകൾ. ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധി അത് നിഷേധിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ക്രിസ്റ്റീന, റിജിത്ത്, എന്തായാലും ഇടവേളകൾക്ക് ശേഷം വീണ്ടും ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറയുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ചയായി ഉയരുകയാണ്. ഇന്നലെ നടന്ന ക്ഷേത്ര ഉപദേശക സമിതി ഭരണസമിതി സംയുക്ത യോഗത്തിലാണ് ഇത് സംബന്ധിച്ച ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു ചർച്ച സർക്കാരിൻ്റെ പ്രതിനിധിയായിട്ടുള്ള അഡ്വക്കേറ്റ് വേലപ്പൻ നായർ ഉയർത്തിക്കൊണ്ടുവന്നത് എന്നുള്ളതാണ്. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഈ ഒരു ചർച്ച വീണ്ടും സജീവമാകുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ കരമന ജയൻ തിരുവനന്തപുരം BJPയുടെ പ്രസിഡന്റ് കൂടിയാണ്. ഒപ്പം കേന്ദ്ര സർക്കാരിൻ്റെ അതായത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഭാരവാഹി കൂടിയാണ്, കേന്ദ്ര സർക്കാർ നിയോഗിച്ചിരിക്കുന്ന ഒരാൾ കൂടിയാണ്. അദ്ദേഹം പറയുന്നത് ഇത്തരത്തിലുള്ളൊരു ചർച്ച ഉയർന്നു വന്നിട്ടില്ല. നിലവിൽ ബി നിലവറ തുറക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തരത്തിലുള്ള ആലോചനയും നിലവിലില്ല എന്നുള്ളതാണ്. ഈ ഉയർന്നു വന്ന വാർത്തകളെല്ലാം തന്നെ അടിസ്ഥാനരഹിതമാണ് എന്നുള്ളതാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ 24 ന്യൂസിനോട് പറഞ്ഞിട്ടുള്ളത്. അതായത് നിലവിൽ അങ്ങനെ ഒരു ആലോചനയില്ല. ഒപ്പം സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധിയും കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധിയും തമ്മിൽ ഒരു യുദ്ധത്തിനില്ല എന്നുള്ളതാണ്. രാജകുടുംബത്തിൻ്റെ ഉൾപ്പെടെ അല്ലെങ്കിൽ തന്ത്രിയുടെ ഉൾപ്പെടെ തീരുമാനത്തിനായിരിക്കും ഈ ബി നിലവറ തുറക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് പോവുക. നിലവിൽ അങ്ങനെ ഒരു ആലോചന പോലും ഇല്ല എന്നുള്ളതാണ്. ഇന്നലെ ചേർന്ന യോഗത്തിൽ ഈ ക്ഷേത്രത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അവിടുത്തെ തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് യോഗത്തിൽ ചർച്ച ചെയ്തത് എന്നുള്ളതാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ബി നിലവറ തുറക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ക്ഷേത്ര ഉപദേശക സമിതിക്ക് അല്ലെങ്കിൽ ക്ഷേത്ര ഭരണസമിതിക്ക് തീരുമാനം എടുക്കാം എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ഒരു തീരുമാനം ഏതെങ്കിലും തരത്തിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ഈ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധി ഇത്തരം ഒരു ആവശ്യം മുന്നോട്ട് വെച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നേരത്തെ ഒരു തവണ ഈ ബി നിലവറ തുറക്കാനൊക്കെ തന്നെ ശ്രമിക്കുമ്പോൾ ഈ എത്തിയ ജഡ്ജിൻ്റെ കാലുൾപ്പെടെ മുറിഞ്ഞ് ചോര വരുന്ന ഒരു സാഹചര്യവും അതുകൊണ്ട് തന്നെ ഇത് നിർത്തിവെക്കുന്ന ഒരു സാഹചര്യത്തിലൊക്കെ പോയിട്ടുണ്ട് എന്നുള്ളതാണ്. വലിയ തടസ്സങ്ങൾ അല്ലെങ്കിൽ ഈ വിശ്വാസികളുടെ ഭാഗത്തുനിന്ന് ചില എതിർപ്പുകളൊക്കെ തന്നെ ഉണ്ടാകുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. എന്തായാലും നിലവിൽ ഇപ്പോൾ ബി നിലവറയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചർച്ച ഉയർന്നു വരികയാണ്. പക്ഷേ അത്തരമൊരു തീരുമാനമോ ഒന്നും തന്നെ യോഗത്തിൽ എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഈ കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധി കൂടിയായിട്ടുള്ള കരമന ജയൻ 24നോട് പറഞ്ഞത്. ശരി, റിനു ശ്രീധർ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. പുത്തുമല കവളപ്പാറ ഉരുൾപൊട്ടൽ ദുരന്തത്തിന് 6 വർഷം തികയുകയാണ് ഇന്ന്. 76 പേരുടെ ജീവനെടുത്ത 2 ഉരുൾപൊട്ടലുകളുടെ ഓർമ്മകളിൽ നിന്നും ഇന്നും മോചിതരായിട്ടില്ല പ്രദേശവാസികൾ. ഓഗസ്റ്റ് 8 വയനാട്ടിലെ പുത്തുമലയുടെയും മലപ്പുറത്തെ കവളപ്പാറയുടെയും വിധി മാറ്റി എഴുതിയ ദിവസം. ആർത്തലച്ചെത്തിയ മഴയിൽ വയനാട് പുത്തുമലയിൽ വൈകിട്ട് 5 മണിയോടെയാണ് ആദ്യം ഉരുൾപൊട്ടിയത്. മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ രാത്രി 7:30 മലപ്പുറത്തെ കവളപ്പാറയെയും ഉരുൾ വിഴുങ്ങി. മേപ്പാടി പച്ചക്കാട് മലയിലെ ഉരുൾപൊട്ടലിൽ പുത്തുമലയിൽ ജീവൻ നഷ്ടപ്പെട്ടത് 17 പേർക്ക്. കവളപ്പാറയിൽ മുത്തപ്പൻ കുന്നിന്റെ ഒരു ഭാഗം താഴേക്ക് പതിച്ച് ജീവൻ നഷ്ടമായത് 59 പേർക്ക്. കവളപ്പാറയിൽ 11 പേരും പുത്തുമലയിൽ 5 പേരും ഇപ്പോഴും കാണാമറയത്ത്. പുത്തുമലയിൽ നിന്നും 2 കിലോമീറ്റർ അകലെയുള്ള മുണ്ടക്കയിലും ചൂരൽമലയിലുമാണ് 2024 ഉരുൾപൊട്ടലുണ്ടായത്. ഉരുൾപൊട്ടിയതിനെ തുടർന്ന് പുത്തുമലയിൽ നിന്നും കുടുംബങ്ങൾ കുടിയൊഴിഞ്ഞുപോയ ഭൂമിയിലാണ് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽപ്പെട്ടവരെ സംസ്കരിച്ചത്. അശാസ്ത്രീയമായ നിർമ്മാണങ്ങളും പ്രകൃതി വിഭവങ്ങളുടെ അമിത ചൂഷണവും വനനശീകരണവും ചെറിയ ഇടവേളകളിൽ പെയ്യുന്ന അതിതീവ്ര മഴയും കേരളത്തിലെ മലയോരങ്ങളെ ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ളതാക്കി തീർത്തിരിക്കുന്നു. ഓരോ മഴക്കാലവും കേരളത്തിന് തീരാവേദനകൾ അവശേഷിപ്പിച്ചുകൊണ്ടാണ് കടന്നുപോകുന്നത്. റിസർച്ച് ഡെസ്ക് 24. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് കാണാതായെന്ന ആരോപണമുയർന്ന ഉപകരണം കണ്ടെത്തി. ടിഷ്യൂ മോസ്ലേറ്റർ എന്ന ഉപകരണം ഓപ്പറേഷൻ തിയേറ്ററിൽ തന്നെയാണ് കണ്ടെത്തിയത്.
ഡോക്ടർ ഹാരിസ് ഹസന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ വിദഗ്ധ സമിതി സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഉപകരണം കാണാനില്ല എന്ന് പരാമർശിച്ചിരുന്നത്. വിശദാംശങ്ങളുമായി റിനു ശ്രീധറാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. റിനു, ഗുഡ് മോർണിംഗ് അഗെയിൻ. മന്ത്രി തന്നെ പറഞ്ഞതാണ് ഇത്തരത്തിലൊരു ഉപകരണം കാണാനില്ല എന്ന്. അതിനുശേഷം ഹാരിസ് ഹസന്റെ ഭാഗത്തുനിന്നൊരു വിശദീകരണം വന്നിരുന്നു. ഇപ്പോൾ എവിടെ നിന്നാണ് ഈ ഉപകരണം പ്രത്യക്ഷപ്പെട്ടത്? ക്രിസ്റ്റീന, ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ വാദങ്ങൾ പൊളിക്കുന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ ഈ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ നൽകിയിരിക്കുന്നത് സർക്കാരിന് എന്നുള്ളതാണ്. നേരത്തെ തന്നെ വിദഗ്ധ സമിതി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പരിശോധന നടത്തുകയും ഒരു റിപ്പോർട്ട് നൽകുകയും ചെയ്തിരുന്നു. ഇതിലാണ് ടിഷ്യൂ മോസിലേറ്റർ എന്ന് പറയുന്ന ഉപകരണം കാണാനില്ല എന്നും അത് ഈ ഡോക്ടർ ഹാരിസ് ഹസൻ അത് സ്ഥിരീകരിക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യവും ആ റിപ്പോർട്ടിൽ പരാമർശിച്ചിരുന്നു. അതിനെ തുടർന്നാണ് മന്ത്രി വീണ ജോർജ് അക്കാര്യം മാധ്യമങ്ങളോട് ഉൾപ്പെടെ അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. തുടർന്ന് ഇപ്പോൾ പ്രിൻസിപ്പൽ അത് പരിശോധിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ചുമതല നൽകുകയും ചെയ്തിരുന്നു. ആ പരിശോധനയിലാണ് മെഡിക്കൽ കോളേജിലെ ഓപ്പറേഷൻ തിയേറ്ററിൽ തന്നെ ഈ ടിഷ്യൂ മോസിലേറ്റർ എന്ന് പറയുന്ന ഈ ഉപകരണം ഉള്ളതായി കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ഡോക്ടർ ഹാരിസ് ഹസന്റെ തുറന്നു പറച്ചിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അദ്ദേഹം ഇപ്പോൾ നിലവിൽ എന്തായാലും 5 ദിവസത്തെ അവധിയിലാണ്. അദ്ദേഹത്തോട് വിശദീകരണം ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ വിശദീകരണം നൽകുന്നതിലേക്ക് അദ്ദേഹം പോയിട്ടില്ല. ഈ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഡോക്ടർ ഹാരിസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ലഭിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഈ അദ്ദേഹം ഒരു വിശദീകരണം നൽകുക എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ വിവാദത്തിന് ഇടയാക്കിയത് വലിയ രീതിയിലെ അതായത് ഈ യൂറോളജി വിഭാഗത്തിലെ ഉപകരണങ്ങളില്ലായ്മയുമായി ശസ്ത്രക്രിയ മുടങ്ങുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ആ പരിശോധനയിലാണ് വിദഗ്ധ സമിതി ഈ ഉപകരണം ടിഷ്യൂ മോസിലേറ്റർ എന്ന് പറയുന്ന ഉപകരണം കാണാനില്ല എന്നുള്ള ഏകദേശം 12 ലക്ഷത്തോളം രൂപ മുടക്കി MB ഫണ്ടിൽ നിന്ന് ലഭിച്ച ഉപകരണമാണ്. ഇത് കാണാനില്ല എന്നുള്ള ഒരു റിപ്പോർട്ട് നൽകിയത്. തുടർന്ന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ വിശദമായി പരിശോധന നടത്തുന്നു. ആ പരിശോധനയിലാണ് ഓപ്പറേഷൻ തിയേറ്ററിൽ തന്നെ ഈ ഉപകരണം ഉള്ളതായി കണ്ടെത്തിയത്. മാധ്യമങ്ങളെ കണ്ട് ഡോക്ടർ ഹാരിസ് ഹസൻ തന്നെ ഈ ഉപകരണത്തിനൊന്നും സംഭവിച്ചിട്ടില്ല, ഈ ഉപകരണം ചില അപകടങ്ങൾ വിളിച്ചു വരുത്തുന്നതിനാൽ അത് ഉപയോഗിക്കുന്നില്ല, അത് മെഡിക്കൽ കോളേജിൽ തന്നെ യൂറോളജി വിഭാഗത്തിൽ തന്നെ ഉണ്ട് എന്ന് അന്നേ തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ആ ഉപകരണം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. ആരും മോഷ്ടിച്ചിട്ടില്ല, കാണാതായിട്ടില്ല എന്നുള്ളത് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും മന്ത്രി വീണ ജോർജിന്റെ വാദങ്ങൾ പൊളിയുകയാണ്. ഈ മെഡിക്കൽ കോളേജിലെ പ്രതിസന്ധികൾ തുറന്നു പറഞ്ഞ ഡോക്ടറെ സർക്കാർ വേട്ടയാടാൻ ശ്രമിക്കുന്നു. അതിന്റെ ഭാഗമായാണ് ഈ അന്വേഷണ റിപ്പോർട്ടിൽ ഇത്തരം പരാമർശങ്ങൾ ഇടം പിടിച്ചത് എന്ന വിമർശനമാണ് അതിശക്തമായി ഉയർന്നത്. അതാകെ പൊളിക്കുന്ന തരത്തിലാണ്. ഇപ്പോഴാ ഉപകരണം അവിടെ തന്നെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിലൊരു കൃത്യമായ പരിശോധന നടത്താതെ ഈ അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിൽ ഇങ്ങനെ ഒരു പരാമർശം ഇടം പിടിക്കുക, പിന്നീട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ മന്ത്രി തന്നെ അത് വിശദീകരിക്കുക. പ്രതിപക്ഷം ഇതൊരു വലിയ ആയുധമാക്കി മാറ്റില്ലായിരുന്നു. തീർച്ചയായും. കാരണം ഈ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് നമ്മൾ വായിച്ചതാണ്. അതിൽ കൃത്യമായി പറയുന്നത് ഇങ്ങനെയൊരു ഉപകരണം കാണാനില്ല എന്നുള്ളതും അത് ചീഫായിട്ടുള്ള, അതായത് ഈ യൂറോളജി വിഭാഗം മേധാവിയായിട്ടുള്ള ഹാരിസ് ഹസനോട് പറയുന്നു. അത് അദ്ദേഹം സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ചില ഭാഗങ്ങൾ നഷ്ടമായി എന്നുള്ളത് സ്ഥിരീകരിച്ചു എന്നുള്ളതാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രി വീണ ജോർജ് മാധ്യമങ്ങളെ കണ്ട ഇത്തരം ഒരു ആരോപണം മുന്നോട്ട് വെച്ചത്. അതായത് ഡോക്ടർ ഹാരിസ് ഹസനെ തന്നെ ചൂണ്ടി നിർത്തുന്ന ഒരു സാഹചര്യം, ഒരു മോഷ്ടാവ് എന്നുള്ള നിലയിലേക്ക് ആരോപണ വിധേയനാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. അത് വലിയ വിവാദമായി തീരുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. എന്തായാലും ഈ സംസ്ഥാന സർക്കാരിനെതിരെ ആരോഗ്യ വകുപ്പിനെതിരെ ചില ആരോപണങ്ങൾ ഉയർത്തിക്കാട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് വേട്ടയാടുന്നു എന്നുള്ള ചില പരാമർശങ്ങൾ ഉയർന്നു വന്നത്. എന്തായാലും നിലവിൽ ഡോക്ടർമാരുടെ ഗ്രൂപ്പിൽ, വാട്സപ്പിൽ ഗ്രൂപ്പിൽ തന്നെ അദ്ദേഹം ഇപ്പോൾ ചില പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട്. തന്നെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നു, തന്നെ കുടുക്കാൻ ശ്രമിക്കുന്നു എന്നതടക്കം. കാരണം ഈ ഡോക്ടർ ഹാരിസ് ഹസന്റെ റൂം പോലും അദ്ദേഹത്തിന്റെ അനുവാദമില്ലാതെ തുറന്നു പരിശോധിക്കുന്നു. അതിനുശേഷം മറ്റൊരു താഴിട്ട് പൂട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം വാട്സപ്പിലൂടെ പുറത്തു പറയുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ വിവാദത്തിന് തിരികൊളുത്തി ദിവസങ്ങൾക്ക് ശേഷം തന്നെ ഈ ഉപകരണം കാണാനില്ല. കൂടുതൽ വിശദാംശങ്ങളുമായി എത്തുക. റിനു ശ്രീധറാണ് വിശദാംശങ്ങൾ നൽകിയത്.